വയനാട് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഏറെ കോൺഗ്രസിന് പ്രയോജനം ചെയ്ത ഒരു മണ്ഡലമാണ്. അവിടെ 4 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലം കൂടിയാണ്. വയനാട്ടിൽ രാഹുൽ ഇല്ലെങ്കിൽ ആര് എന്ന ചോദ്യം പ്രധാനമാണ്. കാരണം അവിടെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാൻ മത്സരിച്ചു, പരാജയപ്പെട്ടു. വയനാട്ടിൽ ഒരു മുസ്ലിം പ്രാതിനിധ്യം കൊടുക്കണം. അത് കാരണം ഈ സാമുദായികമായി സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതും UDF പ്രധാനമാണ്. കിരൺ, വയനാട്ടിൽ രാഹുൽ ഇല്ലെങ്കിലല്ലേ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മറ്റൊരാൾ? രഞ്ജിത്തെ, അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു തർക്കമായി നിൽക്കുന്നത്. ഈ രാജ്യസഭാ സീറ്റിന്റെ വിഷയത്തിലായാലും അത് തന്നെയാണ് തർക്കമായി നിൽക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച് സാധാരണഗതിയിൽ കോൺഗ്രസിൽ നിന്ന് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 2 പേരാണ് മത്സരിക്കുന്നത്. ആകെ UDF 4 പേർ മത്സരിക്കും. 4 ക്രിസ്ത്യാനികൾ എന്നുള്ളതാണ്. 4 ക്രിസ്ത്യാനികൾ, 4 മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 4 പേർ. അതിൽ 2 പേരാണ് കോൺഗ്രസിൽ മത്സരിച്ചുകൊണ്ട് തുടർച്ചയായിട്ടിരുന്നത്. കഴിഞ്ഞ തവണയാണ് അതിലൊരു മാറ്റം വന്നത്. കഴിഞ്ഞ തവണ മാറ്റം വരാൻ കാരണം വയനാട് ടി സിദ്ദിഖിന്റെ പേരും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാന്റെ പേരുമായിരുന്നു തീരുമാനിച്ചിരുന്നത്. ടി സിദ്ദിഖ് മാറേണ്ടി വന്നു. പക്ഷേ രാഹുൽ ഗാന്ധി വന്നതുകൊണ്ടുള്ള മാറ്റം ചെറിയ രീതിയിലുള്ള മാറ്റമാണ്. ആ മാറ്റത്തെ സ്വാഭാവികമായും അതൊരു സാമുദായിക തർക്കമായിട്ടൊന്നും മാറില്ല. പക്ഷേ ഒരു മുസ്ലിം പോലും ഇല്ലാതെ UDF അങ്ങനെ ഒരു സ്ഥാനാർത്ഥി, കോൺഗ്രസിന് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും BJPയും ഇടതുമുന്നണിയും ഒക്കെ അത് ആയുധമാക്കാൻ സാധ്യതയുണ്ട്. മുസ്ലിം വിഭാഗത്തിന് വേണ്ടി വാദിക്കുന്നു, മുസ്ലിങ്ങളുടെ വോട്ട് വൻതോതിൽ വാങ്ങിക്കുന്നു. കഴിഞ്ഞ തവണ വിജയിച്ചതുപോലും മുസ്ലിം വോട്ട് നിർണായകമായിരുന്നു. അങ്ങനെ ഒരു പാർട്ടിക്ക് ഒരാൾക്ക് പോലും മുസ്ലിം വിഭാഗത്തിൽ സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല എന്നുള്ളൊരു അവസ്ഥ വരും. ആലപ്പുഴയിലേക്ക് KC വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ വയനാട്ടിലേക്ക് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മാത്രമേ ഒരാളെ കോൺഗ്രസിന് തീരുമാനിക്കാൻ കഴിയൂ. എങ്കിൽ മാത്രമേ 16-ൽ ഒരാളുടെയെങ്കിലും പ്രാതിനിധ്യം മുസ്ലിം വിഭാഗത്തിന് നൽകാൻ കഴിയൂ. രാജ്യസഭയിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ ഒരു അടിസ്ഥാനവും അതുതന്നെയാണ്. രാജ്യസഭയിൽ നിലവിൽ കോൺഗ്രസിന് ഒരൊറ്റ അംഗം മാത്രമാണുള്ളത്. അത് ജബി മേത്തറാണ്. ജബി മേത്തർക്ക് അങ്ങനെ ഒരു രാജ്യസഭാംഗത്വം കൊടുക്കാനുള്ള കാരണം തന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാൾ മത്സരിച്ചു, അയാൾ പരാജയപ്പെട്ടു, ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെട്ടു. അങ്ങനെ ഒരു വിഭാഗത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ പരിഗണന കൂടി നൽകിക്കൊണ്ടാണ് ജബി മേത്തറിന് രാജ്യസഭാംഗത്വം കൊടുത്തത്. ഇനി ഒരു രാജ്യസഭാംഗത്വം വീണ്ടും ലീഗിന് കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ ലീഗിൻ്റെ അംഗങ്ങൾ 2ആയി മാറും. ഈ തവണ ഒരു സീറ്റിൽ മാത്രമാണ് UDF ജയിക്കാൻ കഴിയുക. അങ്ങനെ 2ആയി മാറിക്കഴിഞ്ഞാൽ ആ 2ാമത്തെ സ്ഥാനത്തേക്ക് വരുന്നതും സ്വാഭാവികമായും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി തന്നെയാവും. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2027-ലാണ്. 2027 മുമ്പ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ UDF നിന്നുള്ള 3 MP-മാരും മുസ്ലിം വിഭാഗത്തിൽ നിന്നായാൽ സ്വാഭാവികമായും ക്രിസ്ത്യൻ വോട്ടുകളിലൊക്കെ അത് വലിയ തോതിൽ ബാധിക്കാനും അത്തരം ചർച്ചകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ അപകടം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാതെ ഇനി വീണ്ടും ലോക്സഭയിലേക്ക് ഒരു പുനർചിന്തനം വേണോ, വടകര മാറ്റി തീരുമാനിക്കണോ, വടകര മുസ്ലിം ലീഗിന് കൊടുക്കണോ, അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വീണ്ടും റീഓപ്പൺ ചെയ്യാനുള്ള കാരണം തന്നെ ഈ സാമുദായിക സമവാക്യം പാലിക്കാൻ കഴിയുന്നില്ല എന്നതുകൂടിയാണ്. ഈ അവിടെ വയനാട്ടിൽ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിൽ സ്ഥാനാർത്ഥി വരിക രാഹുൽ ഇല്ലെങ്കിലെങ്കിൽ അത് MM ഹസൻ്റെ പേര് അത് ഏറെ പ്രാധാന്യത്തോടു കൂടി അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ടി സിദ്ദിഖ് അവിടെ നേരത്തെ മത്സരിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ രാഹുൽ വന്നപ്പോൾ സിദ്ദിഖ് അവിടെ മാറ്റി നിർത്തപ്പെട്ടു. പക്ഷേ സിദ്ദിഖ് പിന്നീട് അവിടെ MLA ആയി വയനാട്ടിൽ തന്നെ. ഷാനിമോൾ ഉസ്മാൻ നമുക്കറിയാം ആലപ്പുഴയിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ് ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാൻ്റെ പേര് കാസർഗോഡടക്കം മത്സരിച്ച ആൾ കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാൻ്റെ പേര് സജീവമായി പരിഗണിക്കുന്നുണ്ട്. PM നിയാസ് വയനാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് നേതാവാണ്. ചാനൽ ചർച്ചകളിലെ സൗമ്യ മുഖമാണ് PM നിയാസിന്റെ പേരും അവിടെ ചർച്ചകളുണ്ട്. കിരൺ, അത് അതിനകത്ത് ഏറ്റവും പ്രധാനം അവിടെ സ്വാഭാവികമായി വരാൻ കൂടുതൽ സാധ്യതയുള്ള പേരുകൾ തന്നെയാണിത്. ഒന്ന്, MM ഹസൻ്റെ ഒരു പ്രധാന വാദം, MM ഹസനെ അനുകൂലിക്കുന്ന പ്രധാന നേതാക്കളുടെ വാദം, MM ഹസന് ഒരു തവണ മാത്രമാണ് മന്ത്രിസ്ഥാനം നൽകാൻ കഴിഞ്ഞത്. അതുതന്നെ ഒരു പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും, പ്രവാസി കാര്യവും പാർലമെന്റ് കാര്യവും ഒക്കെ വകുപ്പുകൾ മാത്രമാണ് നൽകാൻ കഴിഞ്ഞത്. തലമുതിർന്ന നേതാവാണ്. ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തെ KPC പ്രസിഡന്റ് ആക്കിയത് പോലും യഥാർത്ഥത്തിൽ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ സാമുദായിക സമവാക്യം കൂടി പാലിക്കാൻ വേണ്ടി കൂടിയാണ്. അദ്ദേഹത്തിന് അവിടെ നിന്നും അദ്ദേഹത്തെ പിന്നീട് മാറ്റുന്നൊരവസ്ഥയുണ്ടായി. UDF കൺവീനറാണ്. അദ്ദേഹത്തിൻ്റെ അവസരം നൽകണം എന്നുള്ളൊരു ആവശ്യം ശക്തമായി തന്നെ ഒരു വിഭാഗം പ്രധാന നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിഭാഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. മറ്റ് ഒരു പ്രധാനപ്പെട്ട പേര് ടി സിദ്ദിഖിൻ്റെ തന്നെയാണ്. ജയസാധ്യത കൂടി പരിഗണിച്ച് ടി സിദ്ദിഖിനാണ്. ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസിന് അങ്ങനെ ജയസാധ്യതയുടെ കാര്യമായ പ്രശ്നം വരുന്നില്ല. ടി സിദ്ദിഖിനെ പോലെ ചെറുപ്പക്കാരനായ ഒരാൾ വരണം, അങ്ങനെ ഒരാൾ തന്നെ വേണം വയനാട്ടിൽ വരേണ്ടത് എന്ന് വാദിക്കുന്നവരുണ്ട്. ടി സിദ്ദിഖ് MLA ആയിട്ട് നിൽക്കുകയാണ്. അതിന് അദ്ദേഹത്തിൻ്റെ താല്പര്യവും കൂടി അതിൽ പ്രധാനമാണ്. മറ്റൊരു പ്രധാന പേര് ഈ ഷാനിമോൾ ഉസ്മാന്റെ പേര് തന്നെയാണ്. അത് നമ്മൾ വനിതാ പ്രാതിനിധ്യവും മുസ്ലിം പ്രാതിനിധ്യത്തിനൊപ്പം വനിതാ പ്രാതിനിധ്യം കൂടി അതിൽ വരും. സ്വാഭാവികമായും നിലവിലെ ലിസ്റ്റിൽ ഒറ്റ പേര് മാത്രമാണ് വനിതയുള്ളത്. അത് കഴിഞ്ഞ തവണ ജയിച്ച രമ്യ ഹരിദാസ് മാത്രമാണ്.
അപ്പോൾ ഒരു വനിത കൂടി വരണം, രണ്ട് വനിതയെങ്കിലും വേണ്ട എന്നുള്ളൊരു ചോദ്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാനിമോൾ ഉസ്മാന്റെ പേര് വരാൻ സാധ്യതയുണ്ട്. ഇനി അതൊന്നുമല്ല, വയനാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കോഴിക്കോട് നിന്ന് ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ മറ്റൊരു തീരുമാനം വന്നാൽ കെ സി വേണുഗോപാലിന് കൂടി കുറെ കൂടി താല്പര്യമുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്കാണെങ്കിൽ PM നിയാസിന്റെ പേര് കടന്നു വരാനുള്ള തള്ളാൻ കഴിയില്ല. കിരൺ, ഈ ആലപ്പുഴയിലെ സാമുദായിക സന്തുലിതാവസ്ഥ മാറുമ്പോഴാണല്ലേ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞ തവണ മുസ്ലിം പ്രാതിനിധ്യമായിരുന്നു, കെ സി വന്നാലുള്ള മാറ്റമാണല്ലേ ആലപ്പുഴയിൽ ഈ പറഞ്ഞതുപോലെ കെ സി വന്നില്ലെങ്കിൽ സാധ്യതകളിലുള്ള ആളുകളും സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ വയനാട്ടിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ? രഞ്ജിത്ത്, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ കഴിയുന്ന കോൺഗ്രസിന്റെ മണ്ഡലങ്ങളുണ്ട്. അത് വടക്ക് നിർത്താൽ ഒന്ന് കാസർഗോഡാണ്, പിന്നീട് മുസ്ലിം വിഭാഗത്തെ മത്സരിക്കാൻ കൂടുതൽ കഴിയുന്ന ഒരു മണ്ഡലം വയനാട് മണ്ഡലമാണ്. പിന്നീട് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ മണ്ഡലത്തിലാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാളെ മത്സരിപ്പിക്കാൻ കഴിയുക. ഇപ്രാവശ്യം അജയ് തറയിലൊക്കെ കൊടുത്ത റിപ്പോർട്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മത്സരിച്ചതിന്റെ കഴിഞ്ഞ തവണ ഉണ്ടായ തിരിച്ചടി കൂടി കണക്കെടുത്തുള്ള റിപ്പോർട്ടുകൾ കൂടി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പിന്നീട് ഒരു മത്സരിക്കാൻ കഴിയുന്നത് ചിറയൻകീഴാണ്. അത് ഇപ്പോഴത്തെ ആറ്റിങ്ങൽ ആണ്. പടച്ചുടർച്ചയായി മത്സരിച്ചുകൊണ്ടിരുന്നതും ഒക്കെ ഈ മണ്ഡലങ്ങളാണ് മാറി മാറി മത്സരിച്ചുകൊണ്ടിരുന്നത്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മത്സരിച്ചാൽ ആ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് കൂടി കൊണ്ട് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം, അങ്ങനെ കണക്കൂട്ടിയാണല്ലോ പലപ്പോഴും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ വന്നാൽ പിന്നീട് മത്സരിപ്പിക്കാൻ കഴിയുന്ന ഏക മണ്ഡലം ഈ വയനാട് മാത്രമാണ്. കണ്ണൂരിലേക്ക് അത്തരം ഒരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണൂരിന്റെ വിജയം ഉറപ്പാക്കാൻ കഴിയണമെങ്കിൽ കെ സുധാകരൻ മേലെ മത്സരിക്കണം എന്നുള്ളൊരു നിലപാടാണ് ഈ സർവേകളിലും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നും എല്ലാം വന്നത്. അതുകൊണ്ട് കെ സുധാകരന്റെ കാര്യത്തിൽ ഏറെക്കുറെ അക്കാര്യത്തിൽ ഒരു പാനലാണ് ഇപ്പോൾ പോയിരിക്കുന്നതെങ്കിൽ പോലും കെ സുധാകരൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാവാൻ തന്നെയാണ് സാധ്യത. പത്തനംതിട്ടയിലേക്ക് വന്നാൽ കിരൺ, നമുക്ക് സമയക്കുറവുണ്ട്. പത്തനംതിട്ടയിലേക്ക് വന്നാൽ പത്തനംതിട്ടയിൽ ആന്റണി മാറുമോ എന്ന ചോദ്യം വളരെ പ്രധാനമായി ഉയരുന്നുണ്ട്. കരകലൂരിന്റെ റിപ്പോർട്ടിലൊക്കെ ആന്റണിക്ക് പ്രതികൂലമാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ സാധ്യതകൾ അബിൻ വർക്കിയുടെ പേര് കേൾക്കുന്നു, അനിൽ തോമസിന്റെ പേര് കേൾക്കുന്നു, ജോസി സെബാസ്റ്റ്യന്റെ പേര് കേൾക്കുന്നു. പത്തനംതിട്ടയിൽ ഒരു മാറ്റം അത് ഒരുപക്ഷെ ഉണ്ടായേക്കാം അല്ലേ കിരൺ? രഞ്ജിത്തെ, ഒരു പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസിന് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്, നേരത്തെ ഈ ജയസാധ്യത കുറഞ്ഞ സ്ഥാനാർത്ഥികളെ മാറ്റണമെന്നൊരു ആലോചന ഉണ്ടായിരുന്നു. പിന്നീട് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം പൊതുവായ ഒരു തീരുമാനമെടുത്തത് അങ്ങനെ 1-2 പേരെ മാറ്റി നിർത്തുമ്പോൾ അത് ഉണ്ടാക്കാവുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടിയുണ്ട്. ആ സ്ഥാനാർത്ഥിയെ അനുകൂലിക്കുന്ന സമുദായ വിഭാഗങ്ങളും അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ അനുകൂലിക്കുന്ന ഒരു ചെറിയ വിഭാഗം കാണും. അവർക്ക് മാത്രം അവരുടെ പ്രത്യേകമായ അവരോട് താല്പര്യമുള്ള വിഭാഗം, ആ വിഭാഗമൊക്കെ കോൺഗ്രസിന് എതിരാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാറ്റേണ്ട എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. പക്ഷേ പത്തനംതിട്ടയുടെ കാര്യത്തിൽ ഒരു രണ്ട് ചിന്ത ഇപ്പോഴും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനിടയിലും അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വത്തിനിടയിലും എല്ലാം അങ്ങനെ ഒരു ചിന്തയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ആന്റണിയെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴും മാറ്റും എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ആന്റണിയെ കഴിഞ്ഞ തവണയും മാറ്റുമെന്നൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടായതാണ്. പക്ഷേ സമർത്ഥമായി തന്നെ ഈ സമുദായിക നേതാക്കളെ, പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തെയൊക്കെ സമർത്ഥമായി കൈകാര്യം ചെയ്ത് ആന്റോ സീറ്റ് ഉറപ്പിക്കുകയും അവിടെ ത്രികോണ മത്സരം നടന്നുകൊണ്ടാണ് ആന്റണിക്ക് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു ജയം ഉറപ്പാക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. അങ്ങനെ ജയിക്കാനൊക്കെ ശേഷിയുള്ള ഒരാൾ കൂടിയാണ് ആന്റണി. പക്ഷേ അവിടെ ഒരു മാറ്റം വരികയാണെങ്കിൽ പ്രധാനമായും പരിഗണിക്കുന്നത് യൂത്ത് കോൺഗ്രസ് 3 പേരുടെ പേരാണ് നൽകിയിരുന്നത്. ഒന്ന് പത്തനംതിട്ടയിൽ അബിൻ വർക്കിയുടെ പേരാണ് നൽകിയിരുന്നത്, മറ്റൊന്ന് ആലപ്പുഴയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരാണ് നൽകിയിരുന്നത്, മറ്റൊരു പേര് നൽകിയിരുന്നത് ആലപ്പുഴയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരും അതോടെ തന്നെ അബ്ദുൾ റഷീദിൻ്റെ പേര് കൂടിയാണ് കണ്ണൂരിലേക്ക് നൽകിയിരുന്നത്. ഇങ്ങനെ 3 പേരുകൾ നൽകിയിരുന്നു. എല്ലാ പ്രാവശ്യവും യൂത്ത് കോൺഗ്രസിന് ഒരാളെ പരിഗണിക്കാറുണ്ട്. കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസിനെ പരിഗണിച്ചു, അതിന് മുമ്പത്തെ തവണയും ഡീൻ കുര്യാക്കോസിനെ പരിഗണിച്ചു, ഒപ്പം ടി സിദ്ദിഖിനെ പരിഗണിച്ചു. ഒരാളെയെങ്കിലും യൂത്ത് കോൺഗ്രസിൽ നിന്ന് പരിഗണിക്കും. ഇത്തവണ അങ്ങനെ ഒരാളെയും പരിഗണിക്കാൻ കഴിയാത്തൊരവസ്ഥ കൂടിയുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ചവർക്കെല്ലാം വീണ്ടും അവസരം കൊടുക്കുന്നു. യൂത്ത് കോൺഗ്രസിന് പൂർണ്ണമായും അവസരമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനോ അല്ലെങ്കിൽ അബിൻ വർക്കിക്കോ ഒന്നും അവസരമില്ല. അങ്ങനെയാണെങ്കിൽ അബിൻ വർക്കിയുടെ പേരിന് സ്വാഭാവികമായും അവിടെ ഒരു പ്രാമുഖ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം, കാത്തലിക് വിഭാഗത്തിൽ നിന്ന് 2 പേർക്ക് സീറ്റ് നൽകുക എന്നുള്ളതാണ് 4 ക്രിസ്ത്യാനികളിൽ കോൺഗ്രസ് തുടർന്നു വരുന്ന രീതി. മറ്റൊന്ന് ഒരു സീറ്റ് നൽകുന്നത് ലത്തീൻ വിഭാഗത്തിൽ നിന്നാണ്, മറ്റൊരു സീറ്റ് നൽകുന്നത് യാക്കോബായ വിഭാഗത്തിൽ നിന്ന്. അത് ബെന്നി ബെഹനാൻ സീറ്റിലേക്ക് വരുന്നുണ്ട്. അബിൻ വർക്കി വന്നതിന് അത് ഓർത്തഡോക്സ് വിഭാഗത്തിലാണ്. ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് അങ്ങനെ സാധാരണഗതിയിൽ ഉമ്മൻചാണ്ടി ഇത്രയും കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു MP സ്ഥാനം നൽകുന്ന പതിവില്ലായിരുന്നു. അങ്ങനെ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും DCC വൈസ് പ്രസിഡന്റായി ദീർഘകാലമായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ ദേശീയ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന അനിൽ തോമസിന്റെ പേരിന് പരിഗണന വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു പേര് ജോസി സെബാസ്റ്റ്യന്റെ പേരിനാണ്. നിലവിൽ ഈ അബിൻ വർക്ക് കഴിഞ്ഞാൽ അനിൽ തോമസിന്റെ പേര് എന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകളൊക്കെ നടക്കുന്നത്. പക്ഷേ ഇതെല്ലാം കോൺഗ്രസിൽ അവസാന നിമിഷം എങ്ങനെയാണ് ആന്റണി സീറ്റ് ഉറപ്പിക്കുമോ അതോ മാറുമോ എന്നതിനെല്ലാം ആശ്രയിച്ചാണ് ഇത്തരം